വടകര വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. ഇന്നലെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ? എന്തായിരുന്നു അവിടെ? മുഴുവൻ വടകരയെ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടലും പഴക്കില്ല, ഒരു കണക്കുകൂട്ടലും. കൃത്യമായ കണക്കാണ്. നിങ്ങൾ നോക്കിക്കോ, 20 സീറ്റും ജയിക്കും. എഴുതി വെച്ചു. ഇതിലൊരു പ്രശ്നം പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത് BJPക്ക് കടന്നു വരാം, അങ്ങനെ ഒരു സാധ്യത കോൺഗ്രസ് തുറന്നിടുന്നുവെന്ന്. അതെങ്ങനെയാണ് BJP ജയിക്കുന്നത്? അവിടെ BJP അങ്ങനെ അത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്. അതിൻ്റെ തലേ പ്രാവശ്യം ജയിച്ചത് എത്ര വോട്ടിനാ? 18,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. പാലക്കാട് ഇലക്ഷന് ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും. ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നമുക്ക് കാണാം. ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന്? ഉറപ്പല്ലേ? എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല തന്നിട്ടുണ്ട്. നേരത്തെ തന്നെ പാലക്കാട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷാഫി ഇപ്രാവശ്യം ജയിച്ചതിൻ്റെ എഴുതി വെച്ചോളാം. ഇപ്പം 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് UDFൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കും ഉപതെരഞ്ഞെടുപ്പിൽ. നിങ്ങളിപ്പോൾ എഴുതി വെച്ചോ, നിങ്ങൾ പോയി എഴുതി വെച്ചോ. 3 ഇരട്ടി ഭൂരിപക്ഷം. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലെ കാര്യമല്ലേ, അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം. അതൊക്കെ പോകും. അവിടെ ഷാഫി പറഞ്ഞല്ലോ, ഷാഫിയുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമേന്ദ്രൻ. അല്ലല്ല, അതൊക്കെ ചെയ്തോളൂ. പ്രതിരോധത്തിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് വന്നു. പക്ഷെ അവർ ആ സ്ട്രാറ്റജി പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടാണ് ഇപ്പോഴും അടിയും അക്രമവും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതാണ്, സിദ്ധാർത്ഥിന്റെ മരണം കേരളത്തിലെ എല്ലാവരെയും വേദനിപ്പിച്ചു. ഇനി ഇതുപോലുള്ളൊരു അക്രമം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ വീണ്ടും കൊയിലാണ്ടിയിൽ അമലിനെ ക്രൂരമായി മർദ്ദിച്ചു. ഇടിമുറിയിൽ കൊണ്ടുപോയി, ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോയി അടിക്കുന്ന സ്ഥലം, വീട്. വീണ്ടും ഇവിടെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ KSU കുറേ കോളേജിലൂടെ ജയിച്ചിട്ടുണ്ട് പുതിയതായിട്ട്, ഇതുവരെ ജയിക്കാത്ത കോളേജ്. അവിടെയെല്ലാം ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും KSU ഭാരവാഹികളെയും തെരഞ്ഞുപിടിച്ച് ഈ ക്രിമിനലുകൾ മർദ്ദിക്കുകയാണ്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പണ്ട് നിങ്ങളെല്ലാം വലിയ വിഷമമായല്ലോ നിങ്ങൾക്ക്. മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മൈൻഡാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലത്തെ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താതിരിക്കുമോ? ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. പകരം ഇദ്ദേഹം എന്താ പറയണത്? ഇനിയും തുടരുമെന്നാണ് പറയണത്, അല്ലേ? ഇനിയും തുടരണമെന്ന്. ഇനി തുടർന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഉറപ്പായിട്ടടിക്കും. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണ്ടേ? ബിനോയ് വിശ്വത്തെ പോലുള്ള രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞില്ലേ, SFIയുടെ ഗ്ലാമർ താരമല്ലായിരുന്ന ഒരു കാലത്ത് സുരേഷ് കുറുപ്പ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ KSUവിൻ്റെ തകർച്ചയും SFIയുടെ വളർച്ചയും കണ്ടു കേരളത്തിൽ. ആ SFIയുടെ വളർച്ചയുടെ കാലത്ത് SFIയുടെ താരമായി ജ്വലിച്ചു നിന്ന ആളാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം ഇപ്പോഴത്തെ SFIയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ.